മോശം അയൽക്കാർക്ക് ശക്തമായ മുന്നറിയിപ്പാണ് ഇന്ത്യ നൽകിയിരിക്കുന്നത്. അത് പാകിസ്ഥാനുള്ള വളരെ വ്യക്തമായ മുന്നറിയിപ്പാണ് എന്ന് നമുക്ക് പറയാം. പാകിസ്ഥാനെ മോശം അയൽക്കാരൻ എന്ന് വിശേഷിപ്പിക്കുകയാണ് യഥാർത്ഥത്തിൽ കേന്ദ്ര വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ ഇന്ന് ചെയ്തിരിക്കുന്നത്. ഭീകരവാദത്തിനെതിരെ സ്വന്തം ജനതയെ സംരക്ഷിക്കാൻ ഒരു രാജ്യമെന്ന നിലയിൽ ഇന്ത്യക്ക് അവകാശമുണ്ട് എന്നാണ് അദ്ദേഹം പറയുന്നത്. നാം എന്ത് ചെയ്യണം, എന്ത് ചെയ്യരുത് എന്ന് ആർക്കും നമ്മോട് പറയാൻ കഴിയില്ല എന്നതാണ് ജയശങ്കർ ഈ വിഷയത്തിൽ പറഞ്ഞിരിക്കുന്നത്. മദ്രാസ് ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജിയിലെ വിദ്യാർത്ഥികളോട് സംവദിക്കവെയാണ് മോശം അയൽക്കാർക്ക് ശക്തമായ മുന്നറിയിപ്പ് വിദേശകാര്യമന്ത്രിയുടെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നത്. ഭീകരതയ്ക്കെതിരെ ശക്തമായ സന്ദേശം നൽകുകയാണ് വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ അവിടെ ചെയ്തിരിക്കുന്നത്. ഒരു വശത്ത് ഇന്ത്യയുടെ സഹായ സഹകരണങ്ങൾ തേടുകയും മറുവശത്ത് ഭീകരവാദത്തെ പിന്തുണയ്ക്കുകയും ചെയ്യുന്ന അയൽ രാജ്യങ്ങൾക്കെതിരെ സ്വയം പ്രതിരോധിക്കാൻ ഇന്ത്യക്ക് എല്ലാ അവകാശവും ഉണ്ട് എന്നതാണ് ജയശങ്കർ പറഞ്ഞത്. നല്ല അയൽപക്ക ബന്ധങ്ങളും തുടർച്ചയായ ഭീകരപ്രവർത്തനങ്ങളും ഒരേ സമയം മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയില്ല എന്നത് പാകിസ്ഥാനെ പരാമർശിച്ചുകൊണ്ട് അദ്ദേഹം പറയുന്നു. നിങ്ങൾക്കും മോശം അയൽക്കാരെ ലഭിക്കാം, നിർഭാഗ്യവശാൽ നമ്മുടെ രാജ്യത്തിനും അത്തരം മോശം അയൽക്കാർ ഉണ്ട് എന്നതാണ് അദ്ദേഹം സൂചിപ്പിച്ചത്. ഒരു രാജ്യം ബോധപൂർവം സ്ഥിരമായി പശ്ചാത്താപമില്ലാതെ ഭീകരവാദം തുടരാൻ തീരുമാനിക്കുകയാണെങ്കിൽ ഭീകരവാദത്തിനെതിരെ നമ്മുടെ ആളുകളെ സംരക്ഷിക്കാൻ വേണ്ടി നമുക്ക് നിലപാടുകൾ എടുക്കാനുള്ള അവകാശമുണ്ട് എന്നതാണ് വിദേശകാര്യമന്ത്രി സൂചിപ്പിച്ചത്. തങ്ങൾ ആ അവകാശം പ്രയോഗിക്കുമെന്ന് ജയശങ്കർ പറയുന്നു. നാം ആ അവകാശം എങ്ങനെ പ്രയോഗിക്കുമെന്നത് നമ്മളുടെ മാത്രം തീരുമാനമായിരിക്കും എന്നതാണ് എസ് ജയശങ്കർ പറയുന്നത്. നാം എന്ത് ചെയ്യണം, എന്ത് ചെയ്യരുത് എന്ന് ആർക്കും നമ്മോട് പറയാൻ കഴിയില്ല എന്നതാണ് അദ്ദേഹം പറയുന്നത്. നമ്മെ സംരക്ഷിക്കാൻ നമുക്ക് വേണ്ടതെല്ലാം ചെയ്യും എന്ന ഒരു കാര്യം കൂടി എസ് ജയശങ്കർ ചൂണ്ടിക്കാട്ടുന്നു. നമുക്കറിയാം, കഴിഞ്ഞ കൊല്ലം ജമ്മു കാശ്മീരിലെ പഹൽഗാമിൽ നടന്ന ഭീകരാക്രമണം, അതിൻ്റെ ശക്തമായ തിരിച്ചടി, ആ ഭീകരാക്രമണത്തിൻ്റെ പശ്ചാത്തലത്തിൽ പാകിസ്ഥാന് ഇന്ത്യ നൽകിയ ശക്തമായ തിരിച്ചടിയുണ്ട്. അപ്പോൾ അന്ന് തന്നെ ഇനിയൊരു ഭീകരാക്രമണം ഉണ്ടായാൽ അതൊരു യുദ്ധപ്രഖ്യാപനമായി കാണും എന്നത് ഇന്ത്യ പ്രഖ്യാപിച്ചതാണ്. ഭീകരവാദം ആയുധമാക്കുന്ന രാഷ്ട്രങ്ങളോട് ചർച്ചയില്ല എന്നതുകൂടി ഇന്ത്യ അസന്നിഗ്ധമായി പ്രഖ്യാപിച്ചിട്ടുണ്ട്. ആ സാഹചര്യത്തെ തന്നെ, ആ നിലപാടിനെ തന്നെ ആവർത്തിച്ച് ഊട്ടിയുറപ്പിക്കുകയാണ് ജയശങ്കർ ഇന്ന് ചെയ്തിരിക്കുന്നത്. ഭീകരവാദത്തിനെതിരെ യാതൊരു വിട്ടുവീഴ്ചയും ഇല്ല എന്ന സന്ദേശം തന്നെയാണ് ഇന്ന് IIT വിദ്യാർത്ഥികളുമായി സംവദിക്കവേ ജയശങ്കർ നൽകുന്നത്. അത് മോശം അയൽക്കാർക്കുള്ള ശക്തമായ മുന്നറിയിപ്പായിട്ട് തന്നെ നമ്മൾ കാണണം. പാക് അധിനിവേശ കശ്മീരിലെയും ഭീകരവാദ കേന്ദ്രങ്ങൾ ലക്ഷ്യമിട്ട് ഭീകരവാദത്തിനെതിരെ തങ്ങളുടെ ജനങ്ങളെ സംരക്ഷിക്കാനുള്ള എല്ലാ അവകാശവും ഇന്ത്യക്കുണ്ട് എന്നത് ഇന്ത്യ ആവർത്തിച്ച് പറയുകയാണ് ചെയ്തിരിക്കുന്നത്. 1960 ഇന്ത്യ പാക് സിന്ധുജല കരാർ, ആ ഉടമ്പടിയെക്കുറിച്ചുകൂടി മന്ത്രി ഇന്നിവിടെ സംസാരിക്കുമ്പോൾ പറയുകയുണ്ടായി. വളരെ വർഷങ്ങൾക്ക് മുമ്പ് ഒരു ജലം പങ്കുവയ്ക്കൽ ക്രമീകരണത്തിനായി നമ്മൾ സമ്മതിച്ചതാണ് ആ ഉടമ്പടി. എന്നാൽ കാലങ്ങളോളം ഭീകരവാദം അനുഭവിക്കേണ്ടി വന്നാൽ നല്ല അയൽബന്ധം ഉണ്ടാകില്ല. നല്ല അയൽബന്ധമില്ലെങ്കിൽ നല്ല അയൽബന്ധത്തിലെ പ്രയോജനങ്ങൾ നിങ്ങൾക്ക് ലഭിക്കുകയില്ല. അതാണ് നമ്മൾ ആ ഉടമ്പടിയിൽ നിന്ന് പിന്മാറിക്കൊണ്ടുള്ള നൽകിയിട്ടുള്ള സന്ദേശം എന്നതാണ് അദ്ദേഹം സൂചിപ്പിച്ചത്. ദയവായി ഞങ്ങളുമായി വെള്ളം പങ്കിടുക, പക്ഷേ ഞങ്ങൾ നിങ്ങളോട് ഭീകരവാദം തുടരും എന്ന് പറയാൻ ഒരു രാഷ്ട്രത്തിനും കഴിയില്ല എന്നതാണ് അദ്ദേഹം ചൂണ്ടിക്കാട്ടിയത്. അദ്ദേഹം പാകിസ്ഥാന് നൽകുന്ന സന്ദേശവും അതുതന്നെയാണ്. ഭീകരവാദം ഇന്ത്യക്കെതിരെ പ്രയോഗിക്കുമ്പോൾ നിങ്ങൾക്ക് ഞങ്ങളിൽ നിന്ന് യാതൊരു സഹായവും ഉണ്ടാകില്ല എന്നതാണ് എസ് ജയശങ്കർ ഇന്ന് നൽകിയ മുന്നറിയിപ്പ്. All our neighbors will grow with us. They will have many more opportunities. I think that, in a sense, is the message which I also took to Bangladesh. And yes, I mean, they are right now heading for their elections. We wish them well in that election. We hope that once things settle down, as I said, the sense of neighborliness in this region will grow. ഇന്ത്യക്ക് പലതരത്തിലുള്ള ധാരാളം അയൽക്കാരെ ലഭിച്ചിട്ടുണ്ട് എന്നതാണ് ജയശങ്കർ പറയുന്നത്. നിങ്ങൾക്ക് നിങ്ങളോട് നല്ല രീതിയിൽ പെരുമാറുന്ന അല്ലെങ്കിൽ നിങ്ങളെ ദ്രോഹിക്കാത്ത അയൽക്കാരൻ ഉണ്ടെങ്കിൽ മാത്രമേ ദയ കാണിക്കാൻ കഴിയൂ. ആ അയൽക്കാരനെ സഹായിക്കുക എന്നതാണ് സ്വാഭാവിക പ്രവണത എന്ന് പറയുന്നു. ഒരു രാജ്യമെന്ന നിലയിൽ ഇന്ത്യ അതാണ് ചെയ്യുന്നതെന്ന് പറയുന്നു. അത് ശ്രീലങ്ക ഉൾപ്പെടെ നേപ്പാൾ ഉൾപ്പെടെയുള്ള രാഷ്ട്രങ്ങൾക്ക് ഇന്ത്യ നൽകിയിട്ടുള്ള സഹായങ്ങൾ, വിവിധ ഘട്ടങ്ങളിൽ നൽകിയിട്ടുള്ള അവർ ബുദ്ധിമുട്ടുകൾ നേരിടുമ്പോൾ
വലിയ രീതിയിലുള്ള അത്യാഹിതങ്ങൾ നേരിടുമ്പോഴൊക്കെ ഇന്ത്യ ഒരു അയൽ രാജ്യം എന്ന നിലയിൽ സ്വീകരിച്ചിട്ടുള്ള ശക്തമായ നിലപാടുകൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് അത്തരം കാര്യങ്ങൾ പറയുന്നത്. അങ്ങനെ ഒരു അയൽ രാജ്യത്തിന് ആവശ്യമായ ഘട്ടങ്ങളിലൊക്കെ സഹായമായി ഇന്ത്യ നിൽക്കുന്നുണ്ട്. പക്ഷേ ഭീകരവാദം ഇന്ത്യയോട് പ്രയോഗിക്കുമ്പോൾ അതിൽ ഒരു വിട്ടുവീഴ്ചയുമില്ല. ആ രാഷ്ട്രങ്ങളോട് ഇന്ത്യ സ്വീകരിക്കുന്ന നിലപാട് വിട്ടുവീഴ്ചയില്ലാത്തതായിരിക്കും എന്ന ശക്തമായ സന്ദേശമാണ് വിദേശകാര്യമന്ത്രി ഇന്ന് നൽകിയത്. അത് പാകിസ്ഥാനുള്ള സന്ദേശമാണ്. നേരത്തെ തന്നെ ഇന്ത്യ ഉയർത്തിപ്പിടിച്ച നിലപാടാണ്. ഭീകരവാദം അമർച്ച ചെയ്യാതെ ഒരു ചർച്ചയുമില്ല, രക്തവും വെള്ളവും ഒരുമിച്ച് ഒഴുകില്ല എന്ന പ്രധാനമന്ത്രിയും ആഭ്യന്തരമന്ത്രിയും ഒക്കെ ഉയർത്തിപ്പിടിച്ച നിലപാടിന്റെ തുടർച്ച തന്നെയാണ് ഇന്ന് വിദേശകാര്യമന്ത്രിയും വ്യക്തമാക്കിയിട്ടുള്ളത്.